ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാനും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി, നമ്മുടെ ശശി രഞ്ജിത്ത്, ബഹുമാനപ്പെട്ട ഷാഹിദ് സാർ, നമ്മുടെ സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ മധുപാൽ, ഇവിടെ കൂടിയിരിക്കുന്ന ഫിലിം ഫെറ്റർണിറ്റി അംഗങ്ങൾ, കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നെതർലാൻഡിൻ്റെ കുടുംബം, പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. മുഴുവൻ മുതലാളി, കാർത്തിക് മുതലാളി മുതൽ വൈശാഖ് വരെയുള്ള ഈ ഗിരീഷ്, മഹേഷിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം. കൂടാതെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, ഇടയ്ക്കൊന്നും കാണാത്ത ശ്രീകുട്ടൻ വളരെ അപൂർവമായിട്ട് എത്തുന്ന ഒരാളാണ്. എങ്കിലും ഇന്നത്തേക്ക് വലിയ സന്തോഷം. ബാക്കിയുള്ളവരെല്ലാം സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ എത്താറുള്ളതാണ്. എന്തായാലും ശ്രീകുട്ടനും ഭാര്യയും കൂടെ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷം. ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തമാണ് ഈ ഇലക്ഷൻ നടക്കുമ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷയാണ് ശ്രീ സുരേഷ് ഗോപി ജയിച്ച് ഒരു മന്ത്രിയായി വരണം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഫിലിം ഫ്രട്ടേണിറ്റിയിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ എല്ലാവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഉള്ള ഒരാഗ്രഹമായിരുന്നു. മാത്രമല്ല തൃശ്ശൂരിലെ എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വപ്നമായിരുന്നു സുരേഷ് ഗോപി അവിടെ മന്ത്രിയായി വരണമെന്ന്. എന്തായാലും അത് സാധിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിനൊട്ടാകെ മികച്ച നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നതൊക്കെ ഇപ്പോൾ കമ്മീഷൻ സ്റ്റൈലിലാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞു. ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. ഞാനൊരു വോയിസ് മെസ്സേജായിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, അവിടെ മിനിസ്ട്രിയിലൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 മണിക്കൂർ കഴിഞ്ഞില്ല. അതിന് മുമ്പ് IT മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ വിനയ് കൗശൽ അദ്ദേഹം വിളിക്കുകയാണ്. എന്താണ് നിങ്ങൾക്കുള്ള പ്രശ്നം, എന്താണ്? അദ്ദേഹം വിളിച്ച് പറഞ്ഞു ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അത് പ്രശ്നം അവതരിപ്പിച്ചു. ഇവിടെ ഒരു ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു, പരസ്യമായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം. അപ്പം വിനയ് കൗശലിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെങ്കിലും ശരി, ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞു, നിങ്ങളൊന്നും പറയുകയില്ല. കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടർ ജനറൽ, ഒരു വിജിലൻസിൽ നിന്ന് ഒരാളെ വിളിച്ചു. എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞൊരു 7 മണിക്കൂറിനകത്ത്, നേരത്തെ ഒരു പെട്രോൾ പമ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വെള്ളം നിറച്ചുള്ളൊരു പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം നിറച്ച് പെട്രോൾ പോയതിൻ്റെ കാര്യത്തിൽ ഇടപെട്ട പോലെ തന്നെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഇടപെട്ട് നടത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കേന്ദ്രമന്ത്രി. ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 35 കൊല്ലമായി ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. അന്ന് മുതലേ സുരേഷ് അഭിനയിക്കാൻ വന്ന സമയം മുതലേ ഞങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പം നിരവധി ചിത്രങ്ങളിൽ നമ്മുടെ പടങ്ങളിൽ അഭിനയിച്ചു. അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്, മുൻശുണ്ടിയാണ്. അതിപ്പോഴും ഉണ്ട്. അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമാണ് മുൻശുണ്ടി എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ തക്ഷശിലയുടെ ഷൂട്ടിംഗ് സമയത്ത്, അപ്പോൾ ഞങ്ങൾ കുളുമണലിയിലാണ് ഷൂട്ട് ചെയ്തത്. 2 യൂണിറ്റായിട്ട് കുളുമണലിയിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡ് താഴെ നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം ഈ 40 കിലോമീറ്റർ അങ്ങ് മോളിൽ വരാൻ. ഞങ്ങൾ ചെയ്യുന്ന റോത്തൻ പാസിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം പിടിക്കും. അപ്പം ഒരു ഫൈറ്റ് സീക്വൻസാണ് എടുത്തത്. അപ്പോൾ അതിൽ വന്നൊരു ഹിന്ദിയിൽ നിന്നൊരു നടനെയാണ് കൊണ്ടത്. അവസാനം അയാൾക്ക് അവിടെ നിൽക്കാൻ വയ്യാതെ അയാൾ അവസാനം കരച്ചിലായി, ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ അയാൾ വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഫുഡ് കൊണ്ടുവന്ന ഫുഡ് തണുത്തുപോയി. ചപ്പാത്തിയൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ടിയായിരുന്നു. അത്ര ഫുഡെല്ലാം തണുത്തുപോയി. അപ്പം ഇത് സുരേഷിന് പരാതി കാരണം എന്ത് ചെയ്തു, പുള്ളി നമ്മുടെ ഫുഡ് ഉപേക്ഷിച്ച് താഴെ ഒരു ഹോട്ടലിൽ നിന്ന് സ്വന്തമായിട്ട് ഫുഡ് വരുത്തി കഴിക്കാൻ പറ്റും. താഴെ ഒരു ഏറ്റവും താഴെ അവിടെ നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് വേറൊരാൾ വേറെ കാരറും ഒക്കെ ആയിട്ട് ഫുഡ് വരെ കൊണ്ടുവരും. ഒരു ദിവസം ഞാൻ രാത്രി
റൂമിൻ്റെ നടയിൽ കിടന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടായി. അതിനുശേഷം അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ആത്മബന്ധമാണ്, ഒരു സഹോദരനുപരിയായിട്ടുള്ള ഒരു ബന്ധമാണ് സുരേഷുമായി. അതുപോലെ തന്നെ ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗുരുവായൂർ അമ്പലത്തിൽ വടക്കൻ വീരഗാഥയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് നമുക്ക് രാവിലെ ഗുരുവായൂർ പോകാം. ഞാൻ ശരി ഗുരുവായൂർ അമ്പലത്തിൽ നിന്നപ്പോൾ എൻ്റെ അടുത്ത് നമുക്കൊരു 108 പ്രദർശനം വെച്ചാലോ. അപ്പോൾ പിന്നെ അത് ഇപ്പോൾ ഞാൻ വിചാരിച്ചത് 108 പ്രദർശനം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വളരെ ഈസിയാണെന്നല്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു 10 പ്രദർശനം വരെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ അത് കഴിഞ്ഞായപ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നായി. ഗുരുവായൂരപ്പനെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാല് മുഴുവൻ പൊള്ളി ആകെ പ്രശ്നമായി. 108 കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു കുഴപ്പമില്ല. പുള്ളി ചുറ്റുന്ന എനിക്ക് പോകാതിരിക്കാൻ നോക്കില്ല, വഴിയെത്ത് നിർത്താൻ നോക്കില്ല. അങ്ങനെ 108 പ്രദർശനം എന്നെ കൊണ്ട് നടത്തിച്ച് അവസാനം തിരിച്ചു വന്ന് കാലിൽ എണ്ണയൊക്കെ ഇട്ട് അടിയിൽ, പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കാല് പൊള്ളി. എന്നുവെച്ചാൽ ഇത്രയും ദൂരം നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലുമൊക്കെ. അപ്പം ഞങ്ങൾ ചെയ്ത കുറേ നല്ല സിനിമകൾ, നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ സാരഥിയായിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചത് സുരേഷ്. എന്നുവെച്ചാൽ നമ്മുടെ കാർഗിൽ യുദ്ധം വന്നപ്പോൾ നമ്മൾ അതിനുള്ളൊരു ഫണ്ട് റൈസിങ്, സുനാമി വന്നപ്പോൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇപ്പം 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ ഏകദേശം 100 ലോഡാണ് സാധനങ്ങൾ പല സ്ഥലത്ത് എത്തിച്ചത്. പോരാത്തതിന് നമ്മൾ പല സ്ഥലത്തും കൊണ്ട് കൊടുക്കുകയും ചെയ്യും, പല സ്ഥലത്തും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറയുന്നതും അത് നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്നതും ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയാണ്. മാത്രമല്ല, എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അസീസാറിൻ്റെ നവതി ആഘോഷം, വേണുചേട്ടൻ്റെ ഒരു സ്വീകരണം, മധുസാറിൻ്റെ നവതി ആഘോഷം, ഇത് അങ്ങനെ നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ഒത്തിരി പ്രോഗ്രാം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എല്ലാത്തിൻ്റെ മുന്നിൽ നിന്നത് നയിക്കുകയും നമ്മുടെ ഒരു കുടുംബ അംഗത്തിനെ പോലെ നമ്മുടെ കുടുംബത്തിലെ നാഥൻ, സിനിമാക്കാരുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇവരെക്കാട്ടിലൊക്കെ സീനിയറാണ് പാർട്ടിയിൽ. BJP മെമ്പർഷിപ്പ് എടുക്കുന്ന 1984. അപ്പോൾ ഞാൻ വന്നത് മൂന്തേട്ടൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇവിടെ PP മൂന്തേട്ടൻ. അപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും മൂന്തേട്ടൻ എൻ്റെ അടുത്ത് പറയും, സുരേഷ് ഗോപി എടുത്ത് ചോദിക്കും, ഇലക്ഷൻ നിൽക്കുകയാണ്, പുള്ളി സമ്മതിക്കില്ല. അങ്ങനെ അവസാനം ഇപ്പം ഇലക്ഷനിൽ നിന്ന് ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു സന്തോഷം മൂന്തേട്ടനില്ലാതെ, മൂന്തേട്ടൻ അതിനു മുമ്പ് മരിച്ചു പോവുകയും ചെയ്തു. അത് വലിയൊരു സങ്കടമായിരുന്നു. മൂന്തേട്ടനുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ മൂന്തേട്ടനായിരുന്നു. സുരേഷ് ഗോപി അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് മൂന്തേട്ടൻ. എന്തായാലും MP ആയപ്പോഴും അദ്ദേഹം കണ്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഒത്തിരി കാര്യം തൃശ്ശൂരുകാർക്ക് വേണ്ടിയിട്ട്, തിരുവനന്തപുരത്തുകാർക്ക് ആര് ചെന്ന് കണ്ണീരോടുകൂടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുന്ന ഒരു മനസ്സുള്ള, ഒരു വലിയ മനസ്സുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റി ഒരു സ്വീകരണം ആദ്യമായിട്ട് നമുക്കൊരു കേന്ദ്രമന്ത്രി, നമ്മുടെ ഇടയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി വരിക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെന്ന് പറയാനും, എപ്പോൾ വേണോ ഫോൺ ചെയ്താലും അപ്പം തന്നെ അതിന് മറുപടി നൽകാനും ഒക്കെ പറ്റുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വന്തം സഹോദരൻ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പ്, അങ്ങനെ ഒരു ആളാണ് നമ്മുടെ സുരേഷ്. എന്തായാലും നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി വന്നത്. അത് നമുക്ക് മാത്രമല്ല, കേരളത്തിനൊട്ടാകെ, ഇന്ത്യക്കൊട്ടാകെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ വരും കാലങ്ങളിൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഗംഭീരമായ രീതിയിൽ ഈ പെട്രോളിയം വകുപ്പും ടൂറിസം വകുപ്പും, ഇന്നലെ തന്നെ നമ്മുടെ ഒരു വലിയൊരു കാര്യം അദ്ദേഹം ദശാവതാരം ഒരു സർക്യൂട്ടിനെ കുറിച്ച് അദ്ദേഹം ഇത് ചെയ്യേണ്ടത്. ശരിക്കും ആരും അറിഞ്ഞുകൂടാ. ഇദ്ദേഹം 9 അമ്പലങ്ങളുണ്ട് ബാലുശ്ശേരിക്ക് ചുറ്റുവട്ടത്ത്. ഇന്നലെ ഇവരെല്ലാം അദ്ദേഹം അവിടെ പോവുകയും അതിന് ആ സ്ഥലങ്ങളൊക്കെ കാണുകയും, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് ഇതെടുത്തിട്ട് അതൊരു ദശാവതാരം സർക്യൂട്ടായിട്ട് അത് വരാൻ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ രാവിലെ ജന്മഭൂമിയിൽ വായിച്ച വാർത്തയാണ്. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ടൂറിസം മേഖലയിലും നമുക്ക് ഏറ്റവും പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണ് കേരളം. ടൂറിസം മേഖല പുഷ്ടിപ്പെടുത്താനും അതിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടാവാനും എല്ലാ അനുഗ്രഹങ്ങളും
സർവേശ്വരൻ നൽകട്ടെ. ശ്രീ പത്മനാഭൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.